ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിഷ്പക്ഷതയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും RJD നേതാവ് തേജസ്വി യാദവും ബീഹാറിൽ വോട്ട് അട്ടിമറിക്കുന്നതിന് നടത്തുന്ന വോട്ടർ അധികാർ യാത്രയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് രൂക്ഷ വിമർശനം. ഞായറാഴ്ച കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയും RJD നേതാവ് തേജസ്വി യാദവും ബീഹാറിലെ നസാറാമിൽ നിന്ന് വോട്ടർ അധികാർ യാത്ര ആരംഭിക്കുകയും തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഉത്തരവാദിത്തം ആവശ്യപ്പെട്ട് 16 ദിവസത്തെ വമ്പിച്ച പ്രചരണത്തിന് തുടക്കമിടുകയും ചെയ്തിരുന്നു. 20 ജില്ലകളിലായി 1300 കിലോമീറ്ററിലധികം ദൂരം സഞ്ചരിക്കുന്ന യാത്ര സെപ്റ്റംബർ 1 പട്നയിലെ ചരിത്രപ്രസിദ്ധമായ ഗാന്ധി മൈതാനത്ത് നടക്കുന്ന വൻ ജനാവലിയുടെ പങ്കാളിത്തത്തോടെ സമാപിക്കും. വോട്ടർ അധികാർ യാത്രയിലൂടെ പ്രതിപക്ഷം പൊതുസമൂഹത്തിന്റെ പ്രതിഷേധത്തെ ശക്തമായ ഒരു രാഷ്ട്രീയ ആയുധമാക്കി മാറ്റാൻ ശ്രമിക്കുകയും ഇതിലൂടെ വോട്ടർമാരെ സംഘടിപ്പിക്കുകയും ചെയ്യാമെന്ന് കരുതുന്നു. ഇന്ത്യയുടെ ജനാധിപത്യ സ്ഥാപനങ്ങളുടെ വിശ്വാസ്യതയെക്കുറിച്ച് ദേശീയ ചർച്ചയ്ക്ക് വഴിയൊരുക്കുകയും ചെയ്യുന്ന ഒന്നാണിത്. പ്രതിപക്ഷ ഐക്യത്തിന്റെ വമ്പിച്ച പ്രകടനത്തോടെ ബീഹാറിലെ നസാറാമിൽ വോട്ടർ അധികാർ യാത്ര ആരംഭിക്കുകയും തെരഞ്ഞെടുപ്പ് തട്ടിപ്പിൽ BJPയും ഇലക്ഷൻ കമ്മീഷനെയും രാഹുൽ ഗാന്ധി വിമർശിക്കുകയും ചെയ്തിരുന്നു. ബീഹാറിൽ നസാറാമിലെ ബിയാഡ ഗ്രൗണ്ടിൽ ആയിരക്കണക്കിന് അനുയായികൾ ഒത്തുകൂടിയതോടെ ബീഹാറിൽ വോട്ടർ അധികാർ യാത്രയുടെ തുടക്കം ഒരു പ്രധാന രാഷ്ട്രീയ ആയുധമായി പ്രതിപക്ഷം മാറ്റുകയും വിള്ളൽ വീണിരുന്ന ഇന്ത്യ സഖ്യത്തിൽ ഐക്യത്തിന്റെ പ്രകടനമായി മാറ്റാനും കോൺഗ്രസിനും RJDക്കും സാധിച്ചിരുന്നു. ആയിരങ്ങൾ ഒത്തുകൂടിയ വമ്പിച്ച റാലിയിൽ കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജുൻ ഖർഗെ, RJD നേതാവ് ലാലു പ്രസാദ് യാദവ്, മുൻ മുഖ്യമന്ത്രി റാബ്രി ദേവി, RJD നേതാവ് തേജസ്വി യാദവ് കൂടാതെ ഇടതുപക്ഷ സഖ്യകക്ഷി നേതാക്കളെയും ഒരുമിച്ച് കൂട്ടി നിർത്താൻ ഇന്ത്യ സഖ്യത്തിന് സാധിച്ചു. റാലിയിലെ ഒരു ശ്രദ്ധേയമായ കാര്യമായി മാറിയത് രാഹുൽ ഗാന്ധി സഹനേതാക്കൾക്കൊപ്പം ഒരു പ്രചരണ വാഹനത്തിന് മുകളിൽ നിൽക്കുമ്പോൾ RJD നേതാവ് തേജസ്വി യാദവാണ് വാഹനം മുന്നോട്ട് ഓടിച്ചത്. ഈ അസാധാരണമായ യോജിപ്പ് പാർട്ടി അനുയായികൾക്കിടയിലും പ്രത്യേകിച്ച് ഇന്ത്യ സഖ്യത്തിന്റെ ഇടയിലും ശക്തിയായി നിലകൊള്ളുന്നു എന്ന് കാണിക്കാനും അകന്നു നിൽക്കുന്ന കെജ്രിവാളിനെയും ആം ആദ്മിയെയും ചേർത്ത് നിർത്താനുള്ള അവസരമായി മാറ്റാൻ രാഹുൽ ഗാന്ധിക്ക് സാധിച്ചു. രാഹുൽ ഗാന്ധി തന്റെ പ്രസംഗത്തിൽ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഭരണകക്ഷിയായ BJPക്കുമെതിരെ ഇതുവരെയുള്ളതിൽ വെച്ച് ഏറ്റവും ശക്തമായ ആക്രമണങ്ങളൊന്നും നടത്തിയത് ബീഹാർ തെരഞ്ഞെടുപ്പിൽ ഭരണഘടന അനുവദിക്കുന്ന പൗരന്റെ അവകാശമായ വോട്ട് പോലും രേഖപ്പെടുത്താൻ വിസമ്മതിക്കുകയും പ്രത്യേകിച്ച് ദളിത്, OBC, ന്യൂനപക്ഷ സമുദായങ്ങളിൽ നിന്നുള്ള സാധുവായ വോട്ടർമാരുടെ പേരുകൾ മനഃപൂർവ്വം ഇല്ലാതാക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും BJPയുടെയും ലക്ഷ്യമെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വോട്ടർ പട്ടികയിലെ പ്രത്യേക തീവ്രമായ പരിഷ്കരണം BJPക്ക് അനുകൂലമായി കളമൊരുങ്ങുന്നതിനുള്ള ഒരു രാഷ്ട്രീയ ഉപകരണമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉപയോഗിക്കുന്നുവെന്ന രൂക്ഷ വിമർശനത്തോടെയാണ് രാഹുൽ ഗാന്ധിയുടെ ഈ പ്രചരണത്തിന്റെ തുടക്കം. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഈ പരിഷ്കരണം സുതാര്യമോ നിഷ്പക്ഷമോ അല്ലെന്നും മറിച്ച് ദളിതരുടെയും പിന്നാക്ക വിഭാഗങ്ങളുടെയും ന്യൂനപക്ഷങ്ങളുടെയും പേരുകൾ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യുന്നതിനാണ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളതെന്നും പ്രതിപക്ഷ നേതാക്കൾ അവകാശപ്പെടുന്നു. ഈ പോരാട്ടം ഒരു സംസ്ഥാന തെരഞ്ഞെടുപ്പിനെ കുറിച്ചല്ല, മറിച്ച് ജനാധിപത്യത്തിന്റെ സംരക്ഷണത്തെ കുറിച്ചാണെന്ന് രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചു. രാജ്യത്തുടനീളം വോട്ടർമാരെ ഒഴിവാക്കുന്നതിനുള്ള വലിയൊരു പദ്ധതിയുടെ പരീക്ഷണ കേന്ദ്രമായി ബീഹാർ മാറിയേക്കാമെന്ന് മുന്നറിയിപ്പ് നൽകി തേജസ്വി യാദവും രംഗത്തെത്തി. അതേസമയം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ ആരോപണങ്ങളെ എതിർക്കുകയും പരിഷ്കരണം തികച്ചും ന്യായവും പതിവുമാണെന്ന് തറപ്പിച്ചു പറഞ്ഞു. എന്നാൽ ക്രമക്കേടുകളെ കുറിച്ചുള്ള കമ്മീഷന്റെ ആവർത്തിച്ചുള്ള മൗനവും പ്രതിരോധ നിലപാടും അത് ഭരണകക്ഷിയോടുള്ള കൂറായി മാറിയിട്ടുണ്ടോ എന്ന സംശയവും വർദ്ധിപ്പിക്കുന്നുവെന്ന് വിമർശകർ വാദിക്കുന്നു. വോട്ടർമാരെ ഒഴിവാക്കാനുള്ള ഏതൊരു ശ്രമത്തെയും പ്രതിപക്ഷം ചെറുക്കുമെന്ന് രാഹുൽ ഗാന്ധി പ്രതിജ്ഞയെടുക്കുകയും അട്ടിമറിയിലൂടെ BJPയെ ഞങ്ങൾ വിജയിക്കാൻ അനുവദിക്കില്ല എന്നും ബീഹാറിൽ വോട്ട് മോഷ്ടിക്കാൻ അനുവദിക്കില്ല എന്നും രാഹുൽ ഗാന്ധി മുന്നറിയിപ്പ് നൽകി. ജനങ്ങളുടെ ശക്തി BJPയുടെ ഗൂഢാലോചനയെ പരാജയപ്പെടുത്തും, ജനാധിപത്യം വിജയിക്കുമെന്നും രാഹുൽ ഗാന്ധി ബീഹാറിലെ പരിപാടിയിൽ വ്യക്തമാക്കി. രാഹുൽ ഗാന്ധിയോടൊപ്പം സംസാരിച്ച തേജസ്വി യാദവ് BJPയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ലക്ഷ്യം വെച്ചുകൊണ്ട് ബീഹാറിലെ വോട്ടർമാരെ ചൂഷണം ചെയ്യാൻ ശ്രമിക്കുകയാണെന്ന് ആരോപിക്കുന്നതിലൂടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ചുനാ ആയോഗ് അഥവാ വഞ്ചന കമ്മീഷൻ എന്ന് പരിഹസിച്ചുകൊണ്ട് അദ്ദേഹം ബീഹാറികൾ ഖൈനി ചവച്ചു തുപ്പുന്ന പോലെ അവർ BJPയുടെ വഞ്ചനയെ ചവച്ചു തുപ്പുമെന്ന് രൂക്ഷ വിമർശനത്തോടെ BJPക്കെതിരെ ആഞ്ഞടിച്ചു. ബാബാ സാഹിബ് അംബേദ്കറുടെ ഭരണഘടനാ മൂല്യങ്ങളുടെ ആത്മാവിനെ ഇല്ലാണ്ടാക്കാനും ന്യൂനപക്ഷ പിന്നാക്ക ജാതി വോട്ടർമാരെ അടിച്ചമർത്താനുമുള്ള BJPയുടെ ശ്രമങ്ങളാണിതെന്നും അദ്ദേഹം BJPക്കെതിരെ ആഞ്ഞടിച്ചു. ബീഹാറികൾ 20 വർഷമായി നിലവിലെ ഭരണത്തെയും 11 വർഷമായി മോദിയുടെ ഭരണകാലത്തെയും സഹിച്ചു. പക്ഷേ ഇനി നമുക്ക് മാറ്റത്തിന്റെ കാലമാണെന്നും അദ്ദേഹം പറഞ്ഞു. SIR പ്രക്രിയയ്ക്കിടെ വോട്ട് കൃത്രിമത്വം സംബന്ധിച്ച രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾക്ക് മറുപടിയായി ഓഗസ്റ്റ് 17 തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പത്രസമ്മേളനത്തിൽ സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ പ്രക്രിയ ന്യായവും കൃത്യവുമായ വോട്ടർ പട്ടിക ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ടുള്ള ഒരു പതിവ് തെരഞ്ഞെടുപ്പ് പ്രക്രിയയാണെന്നും തെരഞ്ഞെടുപ്പിന്റെ സുതാര്യതയെക്കുറിച്ച് ഇല്ലാത്ത കാര്യം പറഞ്ഞ രാഹുൽ ഗാന്ധി അടുത്ത 7 ദിവസത്തിനുള്ളിൽ പൊതുജനങ്ങളോട് മാപ്പ് പറയുകയോ അല്ലെങ്കിൽ തെളിവുകൾ സഹിതം പരാതി എഴുതി നൽകുകയോ ചെയ്യണമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ
ജ്ഞാനേഷ് കുമാർ രാഹുൽ ഗാന്ധിക്ക് മുന്നറിയിപ്പ് നൽകി. വോട്ടർ പട്ടികയിലെ എല്ലാ മാറ്റങ്ങളും കർശനമായി നിയമ നടപടിക്രമങ്ങൾ പാലിക്കുന്നുണ്ടെന്നും വോട്ടർമാരുടെ അവകാശങ്ങൾ ശ്രദ്ധാപൂർവ്വം സംരക്ഷിക്കപ്പെടുന്നുണ്ടെന്നും കമ്മീഷൻ ഏതെങ്കിലും പക്ഷപാതമോ കൃത്രിമത്വങ്ങളോ നടത്തിയിട്ടില്ലെന്നും പൊതുജന വിശ്വാസത്തെ തകർക്കുന്ന തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നതിനെതിരെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. തെരഞ്ഞെടുപ്പ് പ്രക്രിയയെക്കുറിച്ചുള്ള പൊതുജനങ്ങളുടെ ആശങ്കയും സ്വേച്ഛാധിപത്യ നടപടികൾക്കെതിരെ ജനാധിപത്യ അവകാശങ്ങൾ സംരക്ഷിക്കുക എന്ന പ്രതിപക്ഷത്തിന്റെ മുദ്രാവാക്യത്തെ ഈ യാത്ര ശക്തിപ്പെടുത്തുന്നുവെന്ന് രാഷ്ട്രീയ വിശകലന വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. തെരഞ്ഞെടുപ്പ് വിജയത്തിന് നിർണായകമായി ജാതി ന്യൂനപക്ഷ വോട്ടുകൾ ഏകീകരിക്കാനുള്ള ലക്ഷ്യത്തോടെയുള്ള കോൺഗ്രസിന്റെയും RJDയുടെയും ശ്രമമാണിതെന്ന് രാഷ്ട്രീയ വിശകലന വിദഗ്ധർ പറയുന്നു. ഇതോടൊപ്പം തന്നെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കെതിരെ അയോഗ്യത നീക്കങ്ങൾ കൊണ്ടുവരാൻ ഇന്ത്യ സഖ്യം നീക്കങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. രാഹുൽ ഗാന്ധിയുടെ ദേശീയ ശബ്ദത്തിന്റെയും തേജസ്വി യാദവിന്റെ പ്രാദേശിക ശക്തിയുടെയും പോരാട്ടം ബീഹാറിൽ വിജയിക്കാൻ സാധിക്കുമെന്ന് കോൺഗ്രസും RJDയും കരുതുന്നു. BJPയെ സംബന്ധിച്ചിടത്തോളം പ്രതിപക്ഷത്തിന്റെ ഈ നീക്കത്തെ ചെറുക്കുക മാത്രമല്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിന്റെ നിഷ്പക്ഷതയിൽ വിട്ടുവീഴ്ച ചെയ്തിട്ടുണ്ടെന്ന വളർന്നുവരുന്ന ധാരണയെ നേരിടുക കൂടിയായിരിക്കും വെല്ലുവിളി. 20 ജില്ലകളിലും 1300 കിലോമീറ്ററിലും യാത്ര മുന്നോട്ട് പോകുമ്പോൾ ഈ പ്രചരണം ബീഹാർ തെരഞ്ഞെടുപ്പ് മാത്രം കണ്ടുകൊണ്ടുള്ള പ്രചരണമല്ല എന്നത് വ്യക്തമാണ്.